സുഹൃത്തുക്കളെ, ഞാൻ ഷോജി മാത്യു ഉണക്കരയാണ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുട്ടികളെ എങ്ങനെ ബൈക്ക് സ്കൂട്ടി പഠിപ്പിക്കണം എന്നുള്ള എനിക്ക് അറിയാവുന്ന മെത്തേഡുകളിൽ ഞാൻ എന്റെ മോളെ പഠിപ്പിക്കാനായിട്ട് ഉള്ള ഒരു സിസ്റ്റമാണ് ഞാനിവിടെ ചെയ്യുന്നത്. അത് മോക്ക് പറഞ്ഞു കൊടുത്തു. അത് എങ്ങനെയാണെന്നുള്ള ഇതാണ്. കുട്ടികളെ പഠിപ്പിക്കുമ്പം അത് നമ്മൾ പ്രശ്നം തന്നെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും കുട്ടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അതനുസരിച്ചുള്ള ഒരു ഇതാണ് ഞാൻ ഇന്ന് ബൈക്കാണ് ഞാൻ കൊച്ചിനെ പഠിപ്പിക്കാനുള്ള തുടക്കമായിരുന്നു. അപ്പൊ അതൊരു വീഡിയോ നിങ്ങളുടെ മുൻപാകെ എത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എനിക്കറിയാവുന്ന മെത്തേഡുകളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങളോ ചേഞ്ചുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ഇത് എനിക്കറിയാവുന്ന ഒരു മെത്തേഡുകളാണ് ഞാൻ എന്റെ മോളെ പഠിപ്പിച്ചത്. ഫസ്റ്റിലെ നമ്മുടെ മക്കളെ പഠിപ്പിക്കണമെങ്കിൽ വീട്ടിലായാലും പ്രൈവറ്റ് സ്കൂളുകളിലായാലും ഫസ്റ്റ് ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത് ഹെൽമെറ്റിനാണ്. ഈ ഹെൽമെറ്റ് വെച്ച് നമ്മുടെ കുട്ടികളെ നമ്മൾ ഡ്രൈവിംഗ് പഠിപ്പിക്കാവുള്ളൂ. സ്കൂട്ടി, ബൈക്ക്. ഈ ഹെൽമെറ്റ് ഇല്ലാതെ ഈ ബൈക്ക് കയറുവാൻ പഠിപ്പിക്കാൻ പാടില്ല. അത് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഹെൽമെറ്റ് നമ്മൾ എടുത്ത് വെക്കുക. എന്നിട്ട് ഓക്കെ, നമുക്ക് ക്ലാസ് ഒന്ന് പൊക്കി വെക്കാം. അതിനെന്ന് വെച്ചാൽ നമ്മുടെ ഈ ലോക്ക് ഇടുന്നത് വരെ നമുക്കതൊന്ന് പൊക്കി. ഇവിടെ ലോക്ക് വീണു. നമ്മുടെ ആ താടിക്ക് തക്കവണ്ണമുള്ള വലിപ്പത്തിലാണ് നമ്മൾ ലോക്ക് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ക്ലാസ് പിന്നീട് താത്താൽ മതി. ഇത് കുറച്ചു നേരം പൊക്കി വെക്കുക. വണ്ടിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ സ്വിച്ച് ഓൺ ആക്കുക എന്നുള്ള. സ്വിച്ച് ഓഫ് ആണ്, ഇപ്പൊ നമ്മൾ ഓൺ ആക്കി. അപ്പൊ ന്യൂട്രൽ വന്നു. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ വണ്ടി ഓക്കെ ആണ്. നമ്മൾ വണ്ടി നിലത്തുറപ്പിച്ച് വെക്കുന്ന സ്റ്റാൻഡാണ്. ഈ സ്റ്റാൻഡ് നമ്മൾ ഇത് ഓക്കെ ആക്കി മേലോട്ട് തട്ടുക. ഇത് തട്ടി മേലോട്ട് പോകണം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇനി നമ്മൾ വണ്ടി ന്യൂട്രലാണ്. ഓക്കെ, ന്യൂട്രായതുകൊണ്ട് നമ്മൾ ഇപ്പുറത്തേക്ക് ഇത് നമ്മൾ ഗിയർ സിസ്റ്റത്തിലാണ് പോകുന്നത്. നമ്മൾ ഗിയർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന വണ്ടിയുടെ ഇതാണ് ലിവർ. നമ്മൾ ലിവർ ഇവിടെ അടിച്ച് ജോയിന്റായി ചേർന്ന് നിൽക്കുന്നതോട് നോക്കണം. ഓക്കെ, നമ്മൾ ഗിയറാണ് ഈ വണ്ടിയുടെ ഇത് പുറകിലോട്ടാണ് ഇതിന്റെ ഗിയർ. ഇതിനുള്ള ഗിയർ ഫസ്റ്റ് ഗിയർ വേണം. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഒന്ന് ആക്സിലേറ്റർ ഒന്ന് ശകലം കൂടെ നമ്മൾ മൂവ് ആക്കി കൊടുത്തു നോക്കുക. വണ്ടി ഓക്കെ ആണോ? ശരി, ഓക്കെ. എന്നിട്ട് നമ്മൾ നമ്മുടെ ഈ ക്ലാസ് ഇപ്പോൾ ഈ നിൽക്കുന്ന ഹെൽമെറ്റ് വെച്ചിരിക്കുന്ന ക്ലാസ് നേരെ കാണുക. അത് ഓക്കെ. ഇത് നമുക്ക് വണ്ടി നമ്മളൊരു കാലം ഏതെങ്കിലും ഒരു കാലം ഇത് കാണാൻ ഈ കാലെടുത്ത് നമ്മൾ വെച്ചിട്ട് നമ്മൾ ഗിയർ വെച്ചുകൊണ്ട് ഇത് വെച്ച് നമ്മുടെ വണ്ടി ഓക്കെ ആണെങ്കിൽ നമുക്ക് മുന്നോട്ട് വണ്ടി മൂവ് ചെയ്യും. പലർക്കും അറിയത്തില്ലാത്തൊരു പ്രശ്നമാണ് ഈ ലോക്ക് ഇട്ടിട്ട് എങ്ങനെ ഊരുന്നെന്ന്. പലരും ഇതേ പിടിച്ച് വലിക്കും, പക്ഷെ അത് പോരത്തില്ല. ഇതിന് ഒരു പ്രത്യേക ഇതൊരു വള്ളി കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഈ വള്ളിയെ നമ്മൾ ഈ ലോക്ക് വലിക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഊരി പോരുന്നതാണ്. ഇതാണോ, ഇങ്ങനെ പോരും. ഇതിങ്ങനെ ഇതാണോ ഇവിടെ കയറ്റിയിടുക. കയറ്റിയിടുമ്പോൾ അത് കയറ്റി വിട്ടാൽ മതി. ഉണ്ടോ ആരാ. അപ്പോൾ ഈ ലോക്കെ പിടിച്ച് വലിക്കുമ്പം ഇത് ഫ്രീ ആകും. അന്നേരം ഇത് ഊരിപ്പോരും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ പലരും അത് ഇടാത്തതുകൊണ്ടുള്ള കുഴപ്പമാണ്. നമ്മുടെ അപകടത്തിലൊക്കെ പെടുമ്പോൾ നമ്മുടെ ഈ ഹെൽമെറ്റ് തെറിച്ചു പോകുന്നത്. ഈ ലോക്ക് ഇടുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഹെൽമെറ്റ് തെറിച്ചു പോകത്തില്ല. അത് നമുക്ക് ഉപകാരപ്പെടുവാകും. വണ്ടി നമ്മുടെ കയ്യിൽ നിൽക്കുന്നതുള്ള ബാലൻസിംഗ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഉരുട്ടി പഠിക്കണം. അതായത് സ്റ്റാർട്ട് ചെയ്യാതെ തന്നെ അത് നമ്മുടെ മിറ്റത്തോ ഗ്രൗണ്ടിലൊക്കെ വിട്ടിട്ട് റോഡിൽ പോയി വിട്ടരുത്. നമ്മുടെ ആ മിറ്റത്തോ ഗ്രൗണ്ടിലൊക്കെ നമുക്ക് ഉരുട്ടി പഠിക്കണം. ഇങ്ങനെ വണ്ടി കൈ ബാലൻസ് ചെയ്തുകൊണ്ട് നോക്കണം. വണ്ടി ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ശരി കയറി കഴിഞ്ഞാൽ നമ്മൾ ഹെൽമെറ്റ് ആദ്യം വെക്കുക. എന്നിട്ട് അതിന് ലോക്ക് ഇടുക. ലോക്ക് ഇട്ട് ക്ലാസ് ഒന്ന് പൊക്കി വെക്കുക. ക്ലാസ് പൊക്കി വെച്ചാൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് വെക്കുന്നത്. പൊക്കി വെക്കുക. മൊത്തം പൊക്കി വെച്ചു. ഓക്കെ. അപ്പം എന്നിട്ട് നമ്മൾ വണ്ടി നേരെയാക്കുക. നേരെയാക്കി സ്റ്റാൻഡ് തട്ടണം. ആ സ്റ്റാൻഡ് അത് തട്ടി ആ സ്റ്റാൻഡ് ഇവിടെ വന്ന് കൊണ്ടിരിക്കുന്നുണ്ടോ നോക്കണം. ഈ താന്നിരിക്കരുത്. ഇത് കൊണ്ടിരിക്കണമെന്ന് നോക്കണം. ഓക്കെ. രണ്ടാമത്തെ കാര്യം നമ്മൾ വണ്ടി ന്യൂട്രാണെന്ന് നോക്കണം. ആദ്യം സ്വിച്ച് ഇടുക. സ്വിച്ച് ഓക്കെ. അപ്പൊ ന്യൂട്രാണെന്നുള്ള ഈ ഫ്രണ്ടിലോട്ട് ഇതാക്കി ന്യൂട്ര ഇതിന്റെ ഫ്രണ്ടിലോട്ട് ക്ലച്ച് പിടിച്ചിട്ട് ന്യൂട്രാകത്തു. വണ്ടി ന്യൂട്രാ. ഓക്കെ 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 വണ്ടി ന്യൂട്രാണ്. ഇത് നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇതാണ്. ഒന്ന് അടിച്ചു നോക്കി പറ്റിയെടുക്കാൻ പറ്റുമോ നോക്കി. കുറച്ച് വെയിറ്റ് കൊടുക്കണം. എന്നാലേ അത് സ്റ്റാർട്ട് ആകുന്നത്. പഠിച്ചു വരുന്നതുകൊണ്ടാണ് കൊടുക്കാൻ പറ്റില്ല. അത് ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. ഇങ്ങനെ സ്റ്റാർട്ടായി. എന്നിട്ട് ലിവർ അടുപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് നോക്കാം. ഇത് ആശയോട്ട് ഫുള്ള് കൊടുക്കരുത്. നമ്മൾ ടോപ്പ് സ്പീഡാണ് നമ്മൾ വെച്ചിരിക്കുന്നത്.
പഠിക്കുമ്പോഴൊന്നും നമ്മൾ ആക്സിഡന്റ് ഫുള്ള് വിട്ടാൽ വണ്ടി മുന്നോട്ട് പിടിക്കും. അപ്പോൾ ഫുള്ള് ക്ലച്ച് പിടിക്കും. ക്ലച്ച് പിടിച്ചു, ക്ലച്ച് ഓക്കെ. അപ്പോൾ നമ്മൾ ഗിയർ എങ്ങോട്ടാണ് ഇടാൻ പറഞ്ഞിരിക്കുന്നത്? ബാക്കില്ല, അതായത് ഉപ്പൂറ്റി ഗിയറായിട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഗിയർ വേണ്ടിയിട്ടാണ് ഈ വണ്ടി നമ്മൾ ആക്സിഡന്റ് ചാടുമ്പോൾ കൊടുക്കല്. അപ്പം പകുതി ക്ലച്ച്, പകുതി എന്ന് പറഞ്ഞാൽ സ്ലോ ശകലം ക്ലച്ച് വിടുക. ഫുള്ള് ക്ലച്ച് വിട്ടാൽ വണ്ടി മുന്നോട്ട് കുതിക്കും. അപ്പോൾ പകുതി ക്ലച്ച് വിട്ടേ, പകുതി ശകലമാണ്. ചെറിയ ആക്സിഡന്റ് അങ്ങനെ നിൽക്കുക. അപ്പം എന്നിട്ട് നമ്മുടെ ഗ്ലാസും താത്തുക, അത് താത്ത് വെച്ചേ. അതെ, നമ്മൾ ഗ്ലാസ് താത്ത് വെച്ചു. പിന്നെ നമ്മൾ വണ്ടി മൂവ് ആവുക. അപ്പോൾ ഒന്ന് ഇത് ക്ലച്ച് നമുക്ക് പിന്നെ റേസ് ചെയ്ത് വണ്ടി ഓക്കെയാണ്. മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. അപ്പോൾ വണ്ടി ഓക്കെയാണ്. സ്റ്റാർട്ടിങ് അതിൻ്റെ മൂവിൻ്റെ എല്ലാം കറക്റ്റാണ്. അപ്പോൾ ക്ലച്ച് പകുതി അയച്ച് കുറേശ്ശെ വിടണം. അതിന് ഫുള്ള് വിടരുത്, ക്ലച്ച് വിടരുത്. അത് മതി. അപ്പം വണ്ടി മൂവായിട്ട് മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഒരു കാല് ഇതിലും ഒരു കാല് എടുത്ത് വെച്ചു. വണ്ടി ഗിയറിലാണ്, വണ്ടി മുന്നോട്ട് പോകാൻ കിട്ടോ. കഴിഞ്ഞ് പോട്ടെ, അതെ. ഓക്കെ, ഓക്കെ.